ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞ വാക്കിലെ ഏറ്റവും ഭീകരത എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുള്ളതല്ല, അദ്ദേഹം വൈകാരികമായി പെട്ടെന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ ഇതേപോലെ ഡോക്ടർ പറഞ്ഞ പോലെ കണക്കിന് ആളുകളുണ്ട്, ഇങ്ങനെ വികാരംപ്പെട്ട് വല്ലാത്ത അസ്വസ്ഥമായി നിൽക്കുന്ന ആൾക്കാർ. അവര് പോയിട്ട് ചെയ്യാൻ പോണത് പോയിട്ട് ഈ പ്രേരണ മനസ്സിൽ ഉൾക്കൊണ്ട് അവര് പോയി ബലാത്സംഗം ചെയ്തെന്ന് വരും. അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞത് മറ്റുള്ളവർ ഇയാൾ ചെയ്യുന്നല്ല പറഞ്ഞത്, അതിൽ പറഞ്ഞത് മറ്റുള്ളവരോട് ചെയ്യാനാ പറഞ്ഞത്. അതാഹ്വാനം തന്നെ. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, ഈ താങ്കൾക്ക് ഒരു പിഴവ് പറ്റി എന്ന് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ പറ്റിയ സ്ഥിതിക്ക് താങ്കൾക്ക് ഒരു ക്ഷമ പറയാനുള്ള ക്ഷമയല്ല സാറേ, നിലപാടാണ് ഞാൻ പറഞ്ഞത്. തിരിച്ചു വച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും നിലപാടാണോ മനുഷ്യ? എന്റെ നിലപാട് ലൈവ് അല്ല, അത് റെക്കോർഡാണ്, ലൈവ് അല്ല. ഞാൻ അറിഞ്ഞ് ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ പബ്ലിഷ് എങ്ങനെയാ നിങ്ങളെ വിധിച്ച എങ്ങനെയാ? അജയ് ഉണ്ണി കുറ്റക്കാരനാണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കേശ സൗന്ദര്യം കേശ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിട്ട് അദ്ദേഹം ഹെൽമെറ്റ് വെക്കൂല. ഇല്ല, തീർച്ചയായും ഞാൻ ഇപ്പൊ പറയണു, ഞാൻ ഹെൽമെറ്റ് ധരിക്കാത്തോണ്ട് ഞാൻ പൊതുസമൂഹത്തിന് ഹെൽമെറ്റ് വെക്കാത്തതിന്റെ മറുപടി ഞാൻ പഠിച്ചത് നമ്മുടെ തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഒരു പ്രധാന ഒരു പാർട്ടിയുടെ ഒരു നേതാവ് ഇങ്ങനെ ഹെൽമെറ്റ് വെക്കാണ്ട് പോയിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ പോലീസുകാർ പിടിക്കുമ്പോൾ എന്താ പറയണതെന്ന് ചോദിച്ചു. അന്നാണ് ഞാൻ ഇത് ഞാൻ പഠിച്ചത്, ശ്രദ്ധിച്ചു കേൾക്കണം. അന്ന് പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, എന്നോട് ഒരുപാട് പേർക്ക് പരാതികൾ പറയാനുണ്ട്, അതിൽ ഒരുപാട് പേർക്ക് ചെറിയ ഫോൺ കാണും, വലിയ ഫോൺ കാണും, ഒരു ഫോണും ഇല്ലാത്തവർ കാണും. എന്നെ നേരിട്ട് കാണുമ്പോൾ നേരിട്ട് പരാതി പറയുന്ന കാരണവന്മാരും കാരണവത്തിമാരും ഫോണില്ലാത്ത ആളുകളും പലരും കാണും. അപ്പൊ എന്റെ ഒരു സെക്കൻഡ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ 500 രൂപ പെറ്റി കേസ് അത് ഞാൻ സഹിച്ചോളാം, പക്ഷെ നാട്ടുകാരുടെ പരാതി കേട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ഇതേ സിസ്റ്റം തന്നെയാണ് എൻ്റെ. ഹെൽമെറ്റ് ആശാനെ അദ്ദേഹത്തിലേക്ക് പോകുന്നില്ല. ഹെൽമെറ്റ് അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല. അതായത് ഹെൽമെറ്റ് ഉപേക്ഷിക്കാൻ മറ്റൊരാളെ മാതൃകയാക്കുമ്പോ അദ്ദേഹത്തിന്റെ ആഹ്വാനം മറ്റുള്ളവർ മാതൃകയാക്കലും ഒരു നമുക്കുള്ള പ്രശ്നം അറിയോ? ഹെൽമെറ്റ് ഇങ്ങനെയല്ലേ ഇടുന്നത്, പുള്ളി നമ്മളുണ്ടല്ലോ ഇദ്ദേഹത്തെ ഫോക്കസ് ചെയ്യുന്നില്ല ചർച്ച. നമ്മൾ വിട്ടേക്കാം, ഞങ്ങൾ വിട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.